അസോൾട്ട്. ഈ ഒരൊറ്റ കാരണത്തിന് പിന്നാലെ ബിഗ് ബോസ് സീസൺ 6-ൽ നിന്നും റോക്കി എസ്സി പുറത്തായിരിക്കുകയാണ്. സംഭവം തെറ്റാണ് ചെയ്തതെങ്കിലും സീസൺ 6-ലെ കരുത്തുറ്റ മത്സരാർത്ഥിയാണ് പുറത്തായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് നിയമാവലി തെറ്റിച്ച ഒരാളും വീടിനുള്ളിൽ തുടരുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് റോക്കി എസ്സിക്ക് പുറത്തു പോകേണ്ടി വന്നത്. പറഞ്ഞു വരുന്നത് സീസൺ 4-ലെ സെയിം സിറ്റുവേഷനെ കുറിച്ചാണ്. സീസൺ 4-ലെ മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈ പേര് അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർ മറക്കില്ല. അമ്മാതിരി കോലിളക്കമാണ് ഡോക്ടർ മച്ചാൻ ഉണ്ടാക്കിയത്. റോബിനും സമാന സാഹചര്യത്തിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്നത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് പ്രകോപിതനാകുന്ന റോബിൻ സ്റ്റാർട്ടിങ്ങിൽ പുറകിലായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെ 10,000-കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയിരുന്നു. തഗ് ഡയലോഗുകളും എക്സ്പ്രഷനുകളുമായി ലക്ഷക്കണക്കിന് പേരുടെ പിന്തുണയുമായി ഡോക്ടർ ബിഗ് ബോസിൽ ഗെയിം കളിച്ച് മുന്നേറവെയാണ് സഹമത്സരാർത്ഥിയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന്റെ പേരിൽ ഷോയിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്താക്കുന്നത്. റോബിന്റെ പുറത്താകൽ ആ സമയത്ത് കേരളത്തെ മുഴുവൻ ഇളക്കിമറിച്ച ഈബിൾ ജെറ്റ് സംഭവത്തെക്കാൾ വലിയ കലാപത്തിലേക്ക് ആരാധകരെ കൊണ്ടെത്തിച്ചിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. ഡോക്ടർ റോബിൻ പുറത്ത് കേരളത്തിൽ നാളെ ഹർത്താൽ എന്നിവരെ ട്രോളുകൾ ഉണ്ടാകുന്ന രീതിയിൽ വരെ പ്രതിഷേധം നടന്നിരുന്നു. ബിഗ് ബോസ് ഷോ കാണാത്തവർ പോലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരാണെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് സീസൺ 6-ലെ റോക്കിയുടേതും. തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന റോക്കി ഇടയ്ക്ക് വെച്ചാണ് ഗെയിം ട്രാക്കിലേക്ക് എത്തിയത്. ലൈവ് സ്റ്റോറി ടാസ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ കഷ്ടപ്പാടും അതുപോലെ ബുദ്ധിമുട്ടുകളുമാണ് പറഞ്ഞതെങ്കിൽ റോക്കി തന്റെ ആർഭാട ജീവിതമാണ് തുറന്നു പറഞ്ഞത്. അന്നു മുതലാണ് ആശാനെ അറ്റൻഷൻ ലഭിക്കാൻ തുടങ്ങിയത്. തെറ്റ് കാണുമ്പോൾ യാതൊരു മടിയും കൂടാതെയുള്ള പ്രതികരിക്കലും തഗ് ഡയലോഗുകളുമെല്ലാം റോക്കിക്ക് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുത്തു. അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കിയ റോക്കി ടോപ്പ് 5-ൽ എത്തുമെന്ന് വരെ വിലയിരുത്തപ്പെട്ടിരുന്നു. അവിടെ വില്ലനായത് റോക്കിയുടെ മുൻകോപം തന്നെയാണ്. തുടക്കം മുതൽ ജാസ്മിൻ ഗബ്രി റിലേഷനിൽ പ്രതികരിക്കുകയും ഗബ്രിയുടെ പ്രൊവോക്കിന് പിന്നാലെയുള്ള റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് ഭീഷണിയും പ്രോപ്പർട്ടി നശിപ്പിക്കലും കണ്ടപ്പോൾ തന്നെ സീസൺ 4-ൽ റോബിൻ രാധാകൃഷ്ണൻ പുറത്തായതുപോലെ റോക്കിയും പുറത്താകുമെന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. ഗബ്രി മാക്സിമം രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് കയ്യാങ്കളിയിൽ എത്തിച്ച് റോക്കിയെ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നൊക്കെ ജസ്റ്റ് മിസ് എന്ന രീതിയിലാണ് റോക്കി രക്ഷപ്പെട്ടത്. ഒരാളുടെ വീക്ക്നെസ് നോക്കി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പുറത്താക്കുക എന്ന രീതിയാണ് ഗബ്രി ഫോളോ ചെയ്തിരുന്നുവെങ്കിലും സംഭവം നടപ്പിലാക്കിയത് സിജോയാണെന്ന് മാത്രം. പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന ഒരേ ഒരു ഫാക്ടർ ഒഴിച്ചു നിർത്തിയാൽ റോക്കി പക്ക ഗെയിമർ തന്നെയാണ്. തെറ്റ് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ടാസ്കുകളിലും ഗെയിമുകളിലുമുള്ള ആക്റ്റീവ്നെസ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ റോക്കിക്ക് 100-ൽ 99 മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള 1 മാർക്ക് പോയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. എന്തായാലും അവശേഷിക്കുന്ന മത്സരാർത്ഥികൾക്കും ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികൾക്കും ഇതൊരു പാഠമാണ്. എത്ര തന്നെ പ്രൊവോക്കിംഗ് ഉണ്ടായാലും ഫിസിക്കൽ അസോൾട്ടിലേക്ക് കാര്യങ്ങൾ എത്താതെ നോക്കിയാൽ നല്ലത്.